നമസ്കാരം. ഓം ശക്തി മഠം ആസ്ട്രോളജി റിസർച്ച് വാസ്തു ആൻഡ് താന്ത്രിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 മേടവിഷുവ സംക്രമത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് അനുഭവ സാധ്യതയുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേവലം പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ശുഭാശുഭ ഫലങ്ങൾ കൂടുതലും ജനന സമയത്തെ കൂടി ആസ്പദമാക്കിയാണ് നിശ്ചയിക്കുക. രാശികളും അവയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളും അവയുടെ ഗതിവിഗതികളും ദശകളും അന്തർദശകളും മറ്റ് അനേക ജ്യോതിഷ നിയമങ്ങളും ശാസ്ത്രത്തെ അപഗ്രഥിക്കുമ്പോൾ ചിന്തയിൽ വരുന്ന വ്യത്യാസവും ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. അശ്വതി നക്ഷത്രം മേടൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രാധിപൻ കേതുവാകുന്നു. രാശാധിപൻ ചൊവ്വ ഗ്രഹമാകുന്നു. അധ്വാനികളും നിരന്തര പ്രയത്നശാലികളും അത്യുത്സാഹികളും ആണ് അശ്വതി നക്ഷത്രക്കാർ. തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവാണ് ഉള്ളത്. ഈശ്വര ഭക്തി വിശ്വാസം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളും വിജയിക്കുന്നത് കടുത്ത ഈശ്വര പ്രാർത്ഥനകളിലൂടെയാണ്. അതായത് തന്റെ ഏത് വിഷയവും അഗാധമായ ഭക്തി കൊണ്ട് ഇവർ നേടിയെടുത്തിരിക്കും. അതാണ് അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകത. ഇവർ ക്ഷേത്രങ്ങളുടെയോ മറ്റ് ആരാധനാലയങ്ങളുടെയോ സമീപത്താണ് കൂടുതൽ താമസിക്കുവാൻ യോഗം. ഇവർ എപ്പോഴും ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവരുടെ നക്ഷത്രാധിപൻ കേതു മോക്ഷപ്രദനും കൂടിയായതിനാൽ പൂർവജന്മങ്ങളുടെ ബന്ധം എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. തികച്ചും സത്യസന്ധരും പരോപകാരികളും ആയ ഇവർ വേഗം സന്തോഷിക്കുകയും കോപിക്കുകയും ചെയ്യുന്നു. കേതുവിന്റെ നക്ഷത്രമാകയാൽ നിസ്സാര കാര്യങ്ങൾ പോലും ഇവരുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തും. തന്റെ കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഇവർ ജീവിതത്തിൽ നല്ലൊരു കാലം വരെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരും സ്നേഹസമ്പന്നരും ആയിരിക്കും. താൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടണം എന്ന ചിന്ത കൂടി ഇവർ വച്ചു പുലർത്തുന്നു. ജീവിത പങ്കാളിയെ വളരെ സ്നേഹിക്കുന്ന ഇവർ അവർക്ക് മാത്രം ചില ഇളവുകൾ ചെയ്യും. സന്താനങ്ങളെ ഭക്തിയിലും ധാർമ്മിക മൂല്യത്തിലും വളർത്തുവാൻ ഇവർ കഠിനാധ്വാനം ചെയ്യും. ഈ പ്രവണത സന്താനങ്ങളുടെ ഭാവി ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യും. സന്താനങ്ങൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളോട് ഇവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല. ശരീര സൗന്ദര്യവും ശാരീരിക ബലവും ഇവരുടെ പ്രത്യേകതയാണ്. സാഹസിക പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇവർ അധികാര സ്ഥാനങ്ങളിൽ ആയിരിക്കും കണ്ണുവയ്ക്കുന്നത്. അത്ലറ്റുകൾ, പോലീസ്, സൈനിക വകുപ്പ്, മറ്റ് കമാൻഡിംഗ് പവറുള്ള ജോലികൾ ഇവയുടെ തലപ്പത്ത് അശ്വതി നക്ഷത്രക്കാർ പ്രതിഷ്ഠിക്കപ്പെടും. യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇവർ കാര്യങ്ങളിൽ സൂക്ഷ്മത വച്ചു പുലർത്തും. ഒരു കാര്യത്തിൽ ഇവർ ആദ്യം മുതൽ അവസാനം വരെ ഒപ്പം നിൽക്കും. അശ്വതി നക്ഷത്രക്കാരുടെ മറ്റു സ്വഭാവ സവിശേഷതകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അശ്വതി നക്ഷത്രക്കാർക്ക് 7.5 ശനിയുടെ കാലഘട്ടവും 3-ാം ഭാവത്തിൽ വേഴനും സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ കാര്യങ്ങളുടെ തടസ്സവും മാനസിക ബുദ്ധിമുട്ടും ശത്രുക്കൾ മുഖേന കർമ്മ തടസ്സവും അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ജൂൺ മാസത്തിൽ വേഴന്റെ ഉച്ചരാശിയിലേക്കുള്ള മാറ്റം ഗുണാനുഭവങ്ങളുടെയും ഐശ്വര്യവും വിഷുവർഷം വന്നു ചേരും. അശ്വതി നക്ഷത്രക്കാർ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് മാറ്റം വന്നു തുടങ്ങും. ചിലവുകൾക്ക് ആശ്വാസം ലഭിക്കും. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ഭവനം എന്ന സ്വപ്നം തുടക്കം കുറിക്കുവാൻ ഈ വിഷുവർഷം അവസരം ഒരുങ്ങും. വീട് നിർമ്മാണം തടസ്സപ്പെട്ടു നിന്നവർക്ക് അത് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനത്തിന് വഴിയൊരുങ്ങും. ദീർഘകാലമായി അകന്നു നിൽക്കുന്ന ബന്ധുജനങ്ങളുടെ പിണക്കം മാറി ഒത്തൊരുമിക്കുവാൻ അവസരം വന്നു ചേരും. അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായത്താൽ വീട് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനത്തിന് അവസരം ഒരുങ്ങും. ജന്മഗൃഹം വിട്ട് ദൂരദേശത്തേക്ക് വീടോ ഫ്ളാറ്റോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് നിവൃത്തി ഉണ്ടാകും. മുതിർന്നവരുടെയോ സമൂഹ അധികാരികളുടെയോ സഹായ നിമിത്തം പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കും. മനസ്സിലെ അപക്വമായ തീരുമാനങ്ങൾ മാറ്റി ശക്തമായ തീരുമാനങ്ങൾ എടുക്കുക വഴി കാര്യങ്ങൾ സഫലമായി തീരും. സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ അവസാനിപ്പിച്ച് തീരുമാനങ്ങൾ സ്വയം നടപ്പിലാക്കും. വിദേശ യാത്രകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം ഉണ്ടാകും.
സന്താനങ്ങൾക്ക് വിദേശ യാത്രകളും പ്രവൃത്തിയും തരപ്പെടും. പ്രവൃത്തികളുടെ തടസ്സവും അലസതയും മാറ്റി പ്രവർത്തനങ്ങൾക്ക് വേഗത നൽകും. രോഗാവസ്ഥകളിൽ കഴിയുന്നവർക്ക് ചികിത്സയിലൂടെ ആശ്വാസം ലഭിക്കും. എന്നിരുന്നാലും അമിത മദ്യാസക്തിയുള്ളവർ പ്രത്യേക ശ്രദ്ധ വയ്ക്കേണ്ട സമയമാണ് ഇത്. അത്തരം ആൾക്കാർ ആ ശീലം തുടരുക വഴി ഗുരുതരമായ രോഗാവസ്ഥകൾക്ക് കാരണമായി തീരാം. അത്തരക്കാർ ചികിത്സയിലൂടെ ആശ്വാസം ലഭിക്കുവാനുള്ള കാലഘട്ടമാണ് ഈ വർഷം. വിവാഹ കാര്യങ്ങൾ നീണ്ടുപോയവർക്ക് ശ്രമഫലമായി അത് നടന്നു കിട്ടുവാൻ ഇടവരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ധനം സമ്പാദിക്കുവാൻ അവസരം വന്നു ചേരും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പുതിയ പഠന വിഷയങ്ങളിൽ അവസരം ഒരുങ്ങും. ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ അഡ്മിഷനുകൾ തരപ്പെടും. വിദേശ പഠനത്തിനും സാധ്യത വന്നു ചേരും. പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ഉന്മേഷവും വന്നു ചേരും. മാതാവിന്റെ രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരം വരുന്നത് മനസ്സിനെ സന്തോഷപ്പെടുത്തും. സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്നവർക്ക് ഈ കാലയളവിൽ സന്താന ഭാഗ്യം ലഭിക്കുവാൻ അവസരം വരും. അവർക്ക് ചികിത്സയിലൂടെ സന്താനങ്ങൾ ലഭിക്കുന്നത് സന്തോഷം ഉണ്ടാക്കും. ഗവൺമെന്റ് സർവീസുകൾ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനുകൾ തരപ്പെടും. ഈ വർഷം പ്രവൃത്തികളിൽ സൂക്ഷ്മതയും കൃത്യനിഷ്ഠയും പാലിക്കുക വഴി മേലധികാരിയിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റുവാൻ കഴിയും. സന്താനങ്ങൾക്ക് ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരം വരും. തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവയിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കണം. കഠിനാധ്വാനമുള്ള ജോലികളും അപകട സാധ്യതയുള്ള ജോലികളും നിസ്സാരമായി കാണരുത്. അവയെല്ലാം തന്നെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. വ്യയസ്ഥാനത്ത് ശനി സഞ്ചരിക്കുകയാൽ പതനാദി ദോഷങ്ങളും സ്ഥാനചലനവും പ്രതീക്ഷിക്കാം. പാദരോഗങ്ങളും വാതസംബന്ധമായ രോഗങ്ങളും ശല്യപ്പെടുത്താം. ഇനി ഈ വർഷം അശ്വതി നക്ഷത്രക്കാർ ചെയ്യേണ്ടതായ ക്ഷേത്ര പരിഹാരങ്ങൾ കൂടി നിർദ്ദേശിക്കാം. ശിവക്ഷേത്രത്തിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും ജലധാര നടത്തുക. ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക് ഇവ സമർപ്പിക്കുക. ആയില്യനാളിൽ നാഗർക്ക് പാൽ, മഞ്ഞൾ അഭിഷേകം നടത്തുക. ശ്രീകൃഷ്ണസ്വാമിക്ക് ഭാഗ്യസൂക്താർച്ചന നടത്തുക വഴി തടസ്സങ്ങൾ മാറി കിട്ടും. പ്രിയമുള്ളവരെ, അശ്വതി നക്ഷത്രത്തിന്റെ 2026-27 വർഷത്തെ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഉറച്ച ഈശ്വരവിശ്വാസവും സൽക്കർമ്മ നിഷ്ഠയും ദാനധർമാദികൾ നടത്തുന്നതും ഗ്രഹദോഷ ഫലങ്ങളെ അകറ്റി നിർത്തും എന്നാണ് ശാസ്ത്രമതം. അത്തരം വിഷയങ്ങൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥന ചെയ്യുന്നു. നിങ്ങളുടെ നക്ഷത്രവും പേര് കമന്റ് ചെയ്യുക. ക്ഷേത്രത്തിൽ നടക്കുന്ന നിത്യ ഗണപതി ഹോമത്തിലും മറ്റ് പൂജകളിലും ഉൾപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.